ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാളിന് ശേഷമാണല്ലേ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ ഓണത്തിൻ്റെ എൻ്റെ ഫസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. സംഭവം 4-5 ഷൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷൂട്ട് എന്തായാലും ഒരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാനിതേ പാർലറിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നെയ്യാറ്റിൻകര തന്നെയല്ല, ആലിമൂടുള്ള ബ്യൂ ലുക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർലറിലാണ് ഞാൻ മേക്കപ്പിന് വന്നത്. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് മേക്ക് ഓവറാണ് കേട്ടോ അവരുടെ കൂടെ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം ചെയ്ത് തരുന്നത് നാഷ് ഡിസൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഷൂട്ട്സ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഹെയർ ഒക്കെ ക്രിംപ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഫേസ് മേക്കപ്പ് ഉണങ്ങാൻ പോവാണ്. നമ്മുടെ കോസ്റ്റ്യൂം ഒന്നും എത്തിയിട്ടില്ല, നമ്മുടെ ഡിസൈനർ ഓൺ ദ വേ ആണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ത്രെഡ് ചെയ്തിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യണം കേട്ടോ. എനിക്ക് സംഭവം ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പെർഫെക്ഷനിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. അതും പോയിട്ട് ഭയങ്കര ഒരു വെട്ടം വരും. ഒരു കാടും വെള്ളമൊക്കെ വെട്ടി തെളിക്കുമ്പോൾ ഒരു വെട്ടം വരുമല്ലോ, അതേപോലൊരു വെട്ടം. ഓക്കെ ഗൈസ്, ഞാൻ കാടൊക്കെ വെട്ടി തെളിച്ചു. ഇപ്പം തന്നെ ഭയങ്കര വൃത്തി മുഖത്ത്. കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്തിനാ ഇതൊക്കെ വരുന്നത്? എന്തിൻ്റെ ആവശ്യമാണ്? എനിക്ക് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനൊരു മേക്ക് ഓവറിന് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ചേച്ചി ഇങ്ങനെ ഐസ് വെച്ചിട്ട് എൻ്റെ ഫേസിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഭയങ്കര സുഖമായിരുന്നു, നല്ല സുഖമായിരുന്നു ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങാൻ തോന്നി. നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ മേക്കപ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, റീൽസ് ഇട്ടിട്ടുണ്ട്, ദെൻ ഞാൻ യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അല്ലാണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമെങ്കിലും ഫോട്ടോസിൽ കുറച്ചും കൂടി ചിലപ്പോൾ വിസിബിൾ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ ഡിസൈനർ എത്തിയിട്ടുണ്ട് ഒരു ലോഡ് സാധനങ്ങളും കൊണ്ട്. ഒച്ചാക്ക് പോവും, ഡ്രസ്സൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ മേക്കപ്പിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യമാണ് ലിപ്സ്റ്റിക്ക്. അതായത് ഓരോരുത്തരും ഇങ്ങനെ ലിപ്പ് വരച്ച് അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരു ഇതുണ്ടല്ലോ സംഭവം. ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ മേക്കപ്പ് കോസ്മെറ്റോളജി കഴിഞ്ഞതാണ്. സോ ഞാനത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പിന് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് എൻ്റെ ലിപ്പ് വരയ്ക്കുന്ന കാര്യത്തിൽ. പക്ഷേ എനിക്ക് ചേച്ചി ചിലരൊക്കെ ലിപ്പ് ചെയ്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ചേച്ചി ലിപ്പ് വരച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഭംഗി, നല്ല ഷേപ്പിനാണ് ചേച്ചി ചെയ്തു തന്നു. സൂപ്പർ. ഞാൻ തന്നെ സ്വന്തമായിട്ട് പറയാം, ഇതെന്റെ കല്യാണ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡ്രസ് ഇട്ടിട്ട് കാണാം. ഓക്കെ ചേച്ചി, എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ തന്നെ സുന്ദരിയല്ലേ? ബാക്കി ഓഡിയൻസ് പറയും, കമന്റ് ബിലോ. നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഡ്രസ്സ് ഇടണം. സ്വന്തം കണ്ടുകൂടടി. അപ്പൊ ഇതാണേ നമ്മുടെ സയൻസിന്റെ സ്വന്തം കളർഫുൾ ഡ്രസ്സാണ്. ഇതിന് ഞാനിതൊരു പേരിട്ടിട്ടില്ല, പേരാലോചിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കളർഫുൾ ആയതുകൊണ്ട് ഞാൻ ഇത്തവണ ചെയ്യുന്ന എല്ലാ കോസ്റ്റ്യൂമിനും ഓരോ ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വാടാമല്ലി, തുമ്പ, തെച്ചി, അങ്ങനെ ഓരോ ഡ്രസ്സും അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് എല്ലാ കളറും ഉള്ളത് കൊണ്ട് കൺഫ്യൂഷൻ, ഏത് കളർ എന്ത് പേര് എല്ലാ കളറും ഉണ്ട്. പക്ഷെ അതിനൊരു പേര് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു നല്ല പേരാണ്. സോ കമന്റ് ബിലോ പേരുകൾ. ഈ ഡ്രസ്സിന് പറ്റിയ പേരുകൾ താഴെ കമന്റ് ചെയ്യേണ്ടത്. ഇടാൻ പറ്റുന്ന ഒരു പേര്. ഇത് എല്ലാ കളേഴ്സും ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു കളറാണെങ്കിൽ നമുക്ക് പേരില്ലായിരുന്നു. പക്ഷെ ഇത് എല്ലാ കളറും ഉള്ളത് കൊണ്ട്
ഓക്കെ, നമുക്കിപ്പോൾ ഡ്രസ്സ് ഇടാം. സ്കേർട്ട് ഉണ്ട്. ഇനി ഫൈനൽ ലുക്ക് നമുക്ക് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് ഫൈനൽ കാണാം. ഇപ്പൊ നമുക്ക് ബ്ലൗസ് ഇട്ടിട്ട് വരാം. ഓക്കെ, എന്റെ അളവുകളൊന്നും ഇല്ലാണ്ട് കുട്ടി ചെയ്ത ബ്ലൗസ് ആണ്, പക്ഷെ എനിക്കിത് അത് നല്ലൊരു കോസ്റ്റ്യൂം ഡിസൈൻ മനസ്സിൽ കണ്ട് അപ്പൊ മെഷർമെന്റ് മനസ്സിൽ പതിഞ്ഞിരിക്കും. എനിക്ക് ആ കഴുത്ത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കൊടുക്കാതെ ഓൾറെഡി ഇതില് പ്രിന്റ് ഉണ്ട്, അവിടെ കൂടെ ഒന്നും കൊടുത്ത് നന്നായിട്ട്. നമ്മുടെ സ്കേർട്ട് ഇതല്ല ബുക്ക് ബൈ എന്നാണ് വരാൻ പോകുന്നത്. ഫുൾ ലുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്യൂം ഞാൻ എഴുന്നേറ്റിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ദെൻ നമ്മളിതേ പൂ കുലുക്കുകയാണ് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അരളിപ്പൂ, അരളിയുടെ ഹാരമാണ് വാങ്ങിച്ചത്, പക്ഷെ അത് പൊട്ടി വടം പോലെ ഇരിക്കുന്നുണ്ട്, തലയിൽ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അത്തപ്പൂവൊക്കെ ഇടാൻ വാങ്ങിച്ച പൂവുണ്ട്. ഇപ്പൊ കുരുത്ത് ലാസ്റ്റ് നമ്മൾ വെക്കും, എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കും. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഷോളും നല്ല കളറ്, ഷോള് നല്ല കളറ്. സ്കേർട്ടും ബ്ലൗസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സിന്ദൂരം തൊട്ട സുമംഗലിയായ എന്തൊക്കെ പറയണമെന്നറിയില്ല ഗായ്സ്. ഞാൻ ഫുൾ ഇങ്ങനെ സിന്ദൂരമൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും എന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് കാണുന്നത്. ഞാൻ തന്നെ എന്നെ കാണുന്നത്. അയ്യോ, ഈ സീരിയലിലും കല്യാണം കഴിക്കാൻ പോകുന്ന സ്ഥിതിക്ക് സ്പോയിലർ. മേക്കപ്പ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. മേക്കപ്പ് ഒക്കെ നന്നായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടമായി, മേക്കപ്പ് അടിപൊളിയായിട്ട് ഇഷ്ടമായി. നോസ്പിനെ പറ്റിയുള്ള നോസ്പിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എടുക്കുവാന്ന് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ, ഞാൻ കത്തെഴുതി വെച്ചിട്ട് പോകും. നല്ല രസമാണ്. അതെ, ഞാനിങ്ങനെ ഓൾറെഡി ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ സീരിയലിന് വേണ്ടിട്ട് പൂരി എന്റെ സെക്കൻഡും നോസ്പിന്നും ഒക്കെ അതിന്റെ ഹോളൊക്കെ അടഞ്ഞു പോയി. ഇപ്പൊ എന്താ ഇത് കറക്റ്റ് കുത്തിയിരിക്കും പോലെ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു കുരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. കുരു അത് കുഴപ്പമില്ല, കുരുവൊക്കെ ഭംഗിയാണ്. അതെ, കുരുവൊക്കെ ഭംഗിയാണ്. നമ്മുടെ മലർ മിസ്സിന് എന്തോരം ഹാൻഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ കുറെ കുരു ഇങ്ങനെ വെക്കൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, ആ വളയും എല്ലാം കൂടി ഒരു കിടിലൻ കോംബോ. പിന്നെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, എന്റെ എൻഗേജ്മെന്റിന്റെ ഒരു ഡിസൈനർ മോഡൽ ബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ള. അതെ, തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണ്. ഞങ്ങളുടെ എന്റെ എൻഗേജ്മെന്റ് ഡ്രസ്, പിന്നെ എന്താ കല്യാണത്തിന്റെ കസിൻസിന്റെ ഒക്കെ ഡ്രസ്സ്, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ ഷൂട്ട്സിന്റെ ഡ്രസ്സ്, എന്തെല്ലാം ലേറ്റസ്റ്റ് ബർത്ത്ഡേയുടെ ഡ്രസ്സ്, കഴിഞ്ഞ ബർത്ത്ഡേയുടെ ഡ്രസ്, പിന്നെ ഇപ്പൊ ഇത്, പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിമിന്റെ. അതെ, ഞങ്ങളുടെ വർക്ക് ലിസൺ ടു മീ മറക്കരുത്. ലിസൺ ടു മീ ഞാൻ മറക്കത്തേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. വെരി ഗുഡ്. ഫൈനൽ ലുക്ക്. എന്റെ ഫസ്റ്റ് ഓണം ഷൂട്ടാണ് 2024 ഫസ്റ്റ് ഓണം ഷൂട്ട് വിത്ത് നബിഹ. ഇനി അങ്ങോട്ട് കറക്കി കാണിച്ചു. അടുത്തത് നബിഹ മേക്കപ്പിന്റെ മുഖം കണ്ടുകൂടി. മേക്കപ്പ് ചെയ്തിട്ട് മുഖം കാണിക്കാം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ വലിഞ്ഞു കയറി മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയാണ്. ഇതും നാഷണൽ സയൻസിന്റെ. അതെ അതെ, നല്ല രസമുണ്ട് അത് കേട്ടോ. ഇത് മറ്റേ മീശമാധവനിലെ. അതെ, ഞാൻ ട്യൂണൊക്കെ ഇട്ടിടും. അതിട്ടാ മതി. ഞാൻ വേണമെങ്കിൽ അത് കുറച്ച് സൂം ചെയ്യാം. അയ്യോ ഗൈസ്, നല്ല അരപ്പട്ടയും കൊണ്ട് ഞങ്ങക്ക് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ, ഞങ്ങക്ക് പെട്ടെന്നൊന്ന് വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. അയ്യോ, പശക്കത്ത്. ഞാൻ സ്വന്തമായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുവാണ് ഷൂട്ടിന് വേണ്ടിട്ട്.
ഫോട്ടോഗ്രാഫ് വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് ലിപ്സ്റ്റിക് ഇട്ട് ഭംഗിയാക്കുന്നതാണ് സ്വയം. എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ചില ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നല്ലോ നമ്മൾ തന്നെ നല്ല ഭംഗിയുണ്ട്. ആ ഡ്രസ്സാണ് ഈ ഡ്രസ്സ്. ഇനി നമ്മൾ കാണേണ്ടി ഞങ്ങൾ എന്തൊക്കെ കാണേണ്ടി വരും. പ്രോപ്പർട്ടീസ് ഒക്കെ വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. ഇല്ല നമ്മൾ വീട്ടിനകത്ത് നിന്ന് എല്ലാം എടുക്കുകയാണ്. ആ ശരി എന്നാ പിന്നെ ദേ വരുന്നു. ഒരു വീട്ടിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് വെക്കണമെങ്കിൽ ഇങ്ങനൊരു വീട് വെക്കണം. ഫോട്ടോഷൂട്ടിനും അതെല്ലാം പറ്റുന്ന ഒരു സൂപ്പർ വീട്. വീട്ടിനകത്തോട്ട് പോകുന്നു, ഓരോ സാധനങ്ങളും കൊണ്ട് വരുന്നു. ഉരുളി റെഡി. ഇത് പ്ലാസ്റ്റിക് ആയി പോവ്. പ്ലാസ്റ്റിക് അല്ല വേറെന്തോ. ഓണം ഷൂട്ട് ഇപ്പൊ എല്ലാരും കർക്കിടകത്ത് തന്നെയാ ചെയ്യുന്നേ. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഇവിടത്തെ വർഷങ്ങൾ പഴക്കമുള്ള 150 വർഷം പഴക്കമുള്ള നാഗവല്ലിയുടെ ചിലങ്ക പോലെ വർഷങ്ങൾ പഴക്കമുള്ള ഏതോ മുത്തശ്ശിയുടെ വെറ്റില ചെല്ലം അതിനകത്താണ് നമ്മൾ അരളിപ്പൂട്ട് വെക്കുന്നത്. എന്തൊക്കെയോ നമ്മൾ അരിച്ച് പറക്കിയെടുത്തു. ചേച്ചി സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ ഡൺ. ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരോ? കഴിച്ച. വാവ് വാവ്, ഇതാണ് ആദ്യം ചേട്ടന്റെ ഫോട്ടോസ്. ആദ്യം ഫോട്ടോഗ്രാഫി. നൈസ് ചേട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പർ. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ചേച്ചി? കുറച്ചുകൂടെ ദൂരെ നിന്നാലേ കിട്ടുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. രണ്ടുപേരും കിടില. എന്നെയാണ് കേട്ടോ ഉദ്ദേശിച്ച രണ്ട്. ഒരാളെ ഞാനാണ്. ഫോട്ടോഗ്രാഫർ കിടില, മോഡൽസ് രണ്ടുപേരും കിടില, ഓ എല്ലാവരും കിടില. ആക്രമണം. അതെ. അപ്പോൾ ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ, ബിക്കോസ് എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പോകുന്നു. അടുത്ത വീഡിയോയിട്ട് നമുക്ക് കാണാം. ബൈ.